വിട്ടുതരില്ല വിട്ടുതരില്ല, ഒന്നാം സ്ഥാനം വിട്ടുതരില്ല. താങ്ക് യു. അങ്ങനെ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആകാംക്ഷയുടെ മണിക്കൂറുകളിലൂടെയാണ് അവർ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ നിലവിൽ അവരുടെ റിസൾട്ട് വന്നിരിക്കുന്നു. എല്ലാവരും വലിയ ആവേശത്തിലാണ്. കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, അല്ലേ? യെസ്, ഈ ആവേശത്തിലാണ് ഇത്തവണ അവർ +2 പരീക്ഷയെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിന്നുന്ന വിജയമാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഇത്തവണ സ്വന്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോഴതാ അവര് മധുരം കട്ട് ചെയ്യണം. മിസ്, നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്താലോ? റെഡിയല്ലേ? അപ്പം അവരുടെ വിജയമാണ്. ആ വിജയം അവർ ആഘോഷിക്കുകയാണ്. വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, അങ്ങനെ എല്ലാവരും ചേർന്നാണ്. ഒരു അടിപൊളി ക്ലാപ്പ് കൊടുക്കുക ഇഷ്ടന്മാരെ. അതാണ്. അപ്പൊ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും ചേർന്നാണ് ഈ മധുരം പങ്കിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ A+ സ്വന്തമാക്കിയിട്ടുള്ള സ്കൂൾ കൂടിയാണ്. മിസ് അപ്പം 4 ഫുൾ മാർക്ക് ഉണ്ട് അല്ലേ? അപ്പം എന്താണ് ഇത്തവണത്തെ വിജയത്തിന്റെ ഒരു പിന്നിലെ കഥ എന്താണ്? ഈ കൊല്ലമല്ല, ഞങ്ങൾ 8 കൊല്ലമായിട്ട് ഞങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര പ്ലാനിങ് ആണ് ഇവിടെ. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പറഞ്ഞ നല്ലൊരു പ്ലാനിങ് ഉണ്ട്. ഭയങ്കര ടീം സപ്പോർട്ടാണ്. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്കും ആ ഫീൽ കിട്ടുന്നില്ലേ? പോസിറ്റീവായി അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ വന്ന സമയം മുതൽ എനിക്കൊന്ന് സ്റ്റുഡൻസിനേക്കാൾ ഒരു പടി മുകളിൽ അധ്യാപകരുണ്ട്. കാരണം വൻ ആവേശമാണ് ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. എന്താ തോന്നുന്നത്? ഇപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത്ര വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫുൾ സപ്പോർട്ട്, ഓവറോൾ നല്ല സപ്പോർട്ട് എല്ലാ ടീച്ചേഴ്സും. എനിക്കങ്ങനെ ഒരാളെടുത്ത് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കലോത്സവം ആയാലും പിന്നെ പഠിത്തത്തിൻ്റെതായാലും എല്ലാവരും ഫുൾ ത്രൂ ഔട്ട് ദി ജേണി നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മേൻ്റെ വലിയൊരു സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ്. എന്താ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്താണ് ഇപ്പം തോന്നുന്നത്? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അധികം പറയാനൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ട്, ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളൊക്കെ. ഈ മൺഡേ എക്സാം, സീരീസ് എക്സാം, അതിൻ്റെ ഒക്കെ ഒരു പവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ തന്നെ പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും SRG ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഫാമിലീൻ്റെ സപ്പോർട്ടും അതിലേറെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പാണ് ഏറ്റവും നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്നത്. എല്ലാവരും ഒരേ ഗോളായിട്ട് നിന്ന് ഒന്നിച്ച് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇത്തവണ ഇവിടെ ഉള്ളത്? വൻ സപ്പോർട്ടാണ്, ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമാണ് ഈ മാഷിന്. ഞങ്ങൾ ഈ മാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സബ് ജില്ലാ കലോത്സവം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഈ സബ് ജില്ലയിൽ ഓവറോൾ ചാമ്പ്യന്മാരാണ്. അതേപോലെ സ്പോർട്സിൽ നമ്മൾ ദേശീയ തലം വരെ നമ്മൾ പല കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ വിജയത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ടീം സപ്പോർട്ടാണ്. നമ്മൾ ടീം റഹ്മാനിയ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നമുക്കൊരു SRG ഗ്രൂപ്പ് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും. ഫസ്റ്റ് ഒരു പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ പാരൻസിന് കൊടുക്കുന്നത് ഒരു വർഷത്തെ പ്ലാനാണ്. ഈ വർഷം എത്ര ഫുൾ മാർക്ക് ഉണ്ട്? ഈ വർഷം നമുക്ക് 4 ഫുൾ മാർക്കാണുള്ളത്. ഫുൾ മാർക്ക് കേരളത്തിൽ 60 ഫുൾ മാർക്കുകൾ ഉള്ളതിൽ 4 റഹ്മാനിയിലാണ്. അല്ലാതെ ഇത്തവണത്തെ റിസൾട്ട് എങ്ങനെയാണ് സ്കൂളിൽ? ഈ വർഷം ഞങ്ങൾ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്തത് നമ്മൾ ഫസ്റ്റ് 1ാം സ്ഥാനത്ത് തന്നെ A+കളുടെ എണ്ണത്തിൽ നിൽക്കുന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ളൊരു ടാലി കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ 200-ലധികം ഫുൾ A+ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ആയിരിക്കും ഈ വർഷം 1ാം സ്ഥാനം. അപ്പം ഈ ആഘോഷം അതിങ്ങനെ ചെറുതായിട്ട് ആഘോഷിച്ചാൽ പോരാ, വേറെ ആരെങ്കിലും ഉണ്ടോ? വിജയികളാരെങ്കിലും ഉണ്ടോ? വാ എന്താണ് അവസ്ഥ? എങ്ങനെയാണ് മാർക്കൊക്കെ? മാർക്ക് 1 മാർക്കാണ് പോയത്. ഫുൾ A+ ആണ്. ഫുൾ A+ ആണ്. പിന്നെ എന്ത് വേണം? 100-ന്ന് 1 മാർക്ക് പോയി. 1200-ന്ന് 1 മാർക്ക്. 1 മാർക്ക് പോയി. അതല്ലേ പ്രശ്നമുള്ളൂ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഈ ആഘോഷം ഇങ്ങനെ ആഘോഷിക്കാൻ പാടില്ലല്ലോ. ആരാണ് ഒരാളും കൂടി ഉണ്ടെന്ന് പറയുന്നത്? അതാരാണ്? പ്രിൻസിപ്പൾ പറഞ്ഞ. ഇവിടെ VHSE കൂടെ ഉണ്ട്. സംസ്ഥാനത്ത് VHSE 1ാം സ്ഥാനത്താണുള്ളത്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരും അതോടൊപ്പം വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, PTA ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പം വിജയം ഉറപ്പാണ്. അത് ഇനിയും അടുത്ത വർഷങ്ങളിലും റഹ്മാനിയനായിരിക്കും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രതീക്ഷയാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ അടുത്ത വർഷവും നമ്മളിവിടെ വരും ഇതുപോലെ തന്നെ ഒരു മിന്നുന്ന വിജയം കാഴ്ചവെച്ചിട്ട്. അപ്പം ഈ വിജയത്തിന് ഈ മധുരം പോരാ, കുറച്ചും കൂടി ഒരു ആർപ്പും ബഹളവും ഒക്കെ വേണം. അപ്പോൾ ഒരു ജയ വിളിക്കുക. എന്താണ് വിട്ടുതരില്ല
ഒന്നാം സ്ഥാനം വിട്ടുതരില്ല. താങ്ക് യു. അപ്പം റഹ്മാനെ എന്തായാലും ഇത്തവണയും വിട്ടുതരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത തവണയും ഇതുപോലെ തന്നെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും. കൂടുതൽ വിജയികൾ ഉണ്ടാകട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.